പ്രിയപ്പെട്ട ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എൻ്റെയും നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ MP ശ്രീ ET മുഹമ്മദ് ബഷീർ അവർകൾ, ഈ സിംബോസിയത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് MSFൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി സഹീർ, മറ്റു SFIയുടെ പ്രതിനിധി, മറ്റു MSFൻ്റെ നല്ലവരായ സംഘാടകരെ, നേതാക്കന്മാർ, ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്ന സ്ഥിതിക്ക് ആമുഖമായി തുടങ്ങുന്നത്, മതമില്ലാത്ത മറ്റു എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന, എന്നാൽ സ്വന്തമായി യാതൊരു മതത്തിലും വിശ്വസിക്കാത്ത ജവഹർലാൽ നെഹ്റുവിനെ, അതുപോലെ തന്നെ മക്കയിൽ ജനിച്ച് ഖുർആൻ മനഃപ്പാടമാക്കിയ മൗലാന അബ്ദുൽ കലാം ആസാദിനെ, ബാലഗംഗാധര തിലകനെ, ഗോപാലകൃഷ്ണ ഗോഖലെയെ സൃഷ്ടിച്ച, അവരെല്ലാം അധ്യക്ഷന്മാരാക്കിയ, കൊണ്ടു നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം, ക്യാമ്പസുകളിൽ ഒരു മതേതര വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് ആദ്യമേ തുറന്നു പറയാം, ക്യാമ്പസുകളിൽ, രാജ്യത്തെ ക്യാമ്പസുകളാവട്ടെ, കേരളത്തിലെ ക്യാമ്പസുകളാവട്ടെ, മലപ്പുറം ജില്ലയിലെ ക്യാമ്പസുകളാവട്ടെ, ഏതു ക്യാമ്പസുകളായാലും ആ ക്യാമ്പസുകളിൽ അരാഷ്ട്രീയവൽക്കരണം കൊണ്ടുവന്ന് അവിടെ ഒരു മതത്തിൻ്റെ ശക്തി, മതത്തിൻ്റെ സ്വാധീനം നടപ്പിലാവുക എന്നതിനെ നിഷിദ്ധമായി എതിർക്കുന്ന എതിർക്കുന്ന ഒരു സംഘടനയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ. നമുക്കറിയാം, ഞാനും നിങ്ങളും ചെറുപ്പം തൊട്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളുടെ പേര്, ഒന്ന് വിഷ്ണു, മറ്റൊരു സുഹൃത്തിൻ്റെ പേര്, എൻ്റെ തൊട്ടടുത്ത ബെഞ്ചിലിരുന്ന സുഹൃത്തിൻ്റെ പേര് അമൽ ജോയ് എന്നായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പൂർണ്ണ ഇസ്ലാം മതവിശ്വാസി, നിസ്കാരവും നോമ്പും ഹജ്ജും അവസരം കിട്ടിയാൽ ഹജ്ജും ചെയ്യാവുന്ന, അതിൽ വിശ്വസിക്കുന്ന, ഇനിയൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന പൂർണ്ണ ഇസ്ലാം. ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത് എൻ്റെ അടുത്ത സുഹൃത്ത് കൊണ്ടുവരുന്ന അമ്പലത്തിൽ പോകുന്ന ഹൈന്ദവ വിശ്വാസിയായ അമൽ ജോയ്, വിഷ്ണു, അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്ന ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന അമൽ ജോയ്. ഞാൻ പറഞ്ഞു വരാൻ കാരണം, ഇന്ന് ഏറ്റവും വലിയ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്, ഞാനും ഇവിടെ പ്രായമായിട്ടുള്ള ഏകദേശം 20-25 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ അത്തരത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ യാതൊരു മതത്തിന്റെ അടിസ്ഥാനവുമില്ലാതെ, മതത്തിന്റെ മാനദണ്ഡവുമില്ലാതെ 1-ാം ക്ലാസ് മുതൽ പഠിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, എൻ്റെ നാട്ടിലടക്കം, എൻ്റെ അയൽവാസികളടക്കം ഈ മലപ്പുറം ജില്ലയിലെ മുഴുവൻ പ്രദേശത്തും ഓരോ സ്കൂളുകളെയും മതത്തിന്റെ പേരിൽ, മതത്തിന്റെ മാനദണ്ഡത്തിൽ വേർതിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള സ്ഥാപനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, അയൽപക്ക വീടുകളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ 100% ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, മുസ്ലിം വിഭാഗത്തിന്, മുസ്ലിം കുട്ടികൾക്ക് മാത്രം പഠിക്കാൻ ഒരു വിദ്യാഭ്യാസം. എൻ്റെ എടപ്പാൾ മുതൽ മലപ്പുറത്തിൻ്റെ ഏത് അറ്റം വരെ പോയാലും നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂൾ ഇവിടെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുന്നത്, നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ? അതുപോലെ തന്നെ ഹിന്ദു വിഭാഗം, ആ കുഞ്ഞു മനസ്സുകൾ തൊട്ട് തന്നെ മറ്റൊരു മതത്തിൻ്റെ പെട്ട വിദ്യാർത്ഥികളുടെ ഒപ്പം ഇരിക്കാൻ, ഒപ്പം കളിക്കാൻ അവസരം നൽകാത്ത രക്ഷിതാക്കളായി ഞാനും നിങ്ങളും അല്ലെങ്കിൽ സമൂഹമായി മാറുകയാണ്. ക്രിസ്തീയ വിഭാഗത്തിന് മാത്രമായ ഒരു സ്കൂളുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ തലപൊക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്, നാളുകളിൽ ബിരുദ പ്രവേശനം നേടുമ്പോൾ, ക്യാമ്പസുകളിൽ പഠിക്കുമ്പോൾ ഒരുപക്ഷെ അത്ഭുതപ്പെടേണ്ടതില്ല, അവിടെയും ഒരു ഡിഗ്രി വിദ്യാർത്ഥിയോ PG വിദ്യാർത്ഥിയോ തൻ്റെ മതത്തിൽപ്പെട്ട ആളുകളുടെ ഒപ്പം മാത്രം ഇരുന്നു കൊണ്ട് ഒരു പഠിക്കുന്ന കാഴ്ച അതിവിദൂരമല്ല. ഞങ്ങൾ കേരള വിദ്യാർത്ഥി യൂണിയൻ, എൻ്റെ മാതൃപ്രസ്ഥാനം, വളരെ തുറന്നു പറയുകയാണ്, ഞങ്ങൾ അതിന് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. മാത്രമല്ല, ഇന്ന് വളരെ ആസൂത്രിതമായി BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് വളരെ ആസൂത്രിതമായി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അവർ ഇടപെടാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ആസൂത്രണം ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. കാരണം സംഘപരിവാർ ശക്തികൾ വിദ്യാഭ്യാസ മേഖലയിൽ കൈയടക്കി
അവിടുത്തെ ചരിത്ര രേഖകളെ മുൻപ് പറഞ്ഞതുപോലെ അവിടുത്തെ ചരിത്രങ്ങളെ ഇല്ലായ്മ ചെയ്യും. നമ്മുടെ തൊട്ടടുത്ത് ഫാറൂഖ് കോളേജിലുണ്ടായ സംഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും വളരെ കൃത്യമാണ്. ഇല്ലാത്തൊരു സംഭവം, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നതിന്റെ പേരിൽ ഉണ്ടായ കോലാഹലങ്ങൾ. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മാനേജ്മെന്റ് ആയതിന്റെ പേരിൽ സംഘപരിവാർ ആസൂത്രിതമായി അതിനെ കളങ്കം വരുത്തുന്നതിന് വേണ്ടി ഇല്ലാത്തൊരു പ്രശ്നത്തെ ഊതി വീർപ്പിച്ചുകൊണ്ട് മുസ്ലിം മാനേജ്മെന്റ് ആയിട്ടുള്ള കോളേജുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും വലിയ സർവകലാശാലകളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എടുത്താൽ നമുക്കെല്ലാം ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു പേരാണ് JNU. എന്താണ് JNUവിൽ നടക്കുന്നത് എന്ന് ഒരുപക്ഷെ ഞാനും നിങ്ങളും പഠിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഒരു അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ സ്വന്തം മക്കളെ അവിടെ വിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. ABVP പോലെയുള്ള വർഗീയ വിദ്യാർത്ഥി സംഘടനകൾ ദിനംപ്രതി അവിടെ കാട്ടിക്കൂട്ടുന്ന സംഭവവികാസങ്ങൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നാം അറിയുണ്ടാവും. മുഴുവൻ വിദ്യാർത്ഥികളെ കയ്യിൽ നിന്നും കോൺട്രിബ്യൂഷൻ വാങ്ങി അവിടെ നടത്തുന്ന പരിപാടികൾ എന്താ? ദുർഗാ പൂജ പോലെയുള്ള, സരസ്വതി പൂജ പോലെയുള്ള പൂജകൾ നടത്താൻ വേണ്ടി ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഹോസ്റ്റൽ മേറ്റുകളിൽ നിന്നും നിർബന്ധിത സംഭാവന മേടിക്കുന്ന ഒരവസ്ഥയാ. അവിടുത്തെ ഓഫീസ് റൂമുകളിൽ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കുകളിൽ ഹൈന്ദവ ആചാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്ററുകളും ചിത്രങ്ങളും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവർ നിരത്തുന്ന കാരണങ്ങൾ ഇതെല്ലാം ഈ രാജ്യത്തിന്റെ കൾച്ചറാണ്, ഈ രാജ്യത്തിന്റെ സംസ്കാരം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് JNU പോലെയുള്ള, HCU പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ ചില മതത്തിന്റെ പേരിൽ വർഗീയ വിദ്യാർത്ഥി സംഘടനകൾ, ABVP പോലെയുള്ള, ക്യാമ്പസ് ഫ്രണ്ടിനെ പോലെയുള്ള വർഗീയ വിദ്യാർത്ഥി സംഘടനകൾ ആ കലാലയത്തെ മാറ്റിമറിക്കാൻ ആവേശം കൊള്ളുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റികൾ എടുത്തു പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും, അവിടേക്ക് നൽകുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ കഴിയും. ഞാനും നിങ്ങളും വളരെ ജാഗ്രതരായി നിൽക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ, ആർട്സ് വിഷയങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും കൊടുക്കുന്നത് നിർത്താൻ പോവുകയാണ്. വളരെ കുറച്ച് കൊണ്ടുവരികയാണ്. പകരം ഗവൺമെന്റ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നത്, സയൻസ് വിഷയങ്ങളെ, ശാസ്ത്രീയ വിഷയങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, മാത്സ് പോലെയുള്ള വിഷയങ്ങളെ ആവശ്യം പോലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കൊണ്ടുവന്ന് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി പോലെയുള്ള ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളെ തരം താഴ്ത്തുകയാണ്. ഈ നടപടി എന്തിന്റെ ഭാഗമായിട്ടാണ്? കാരണം എന്നും ഭരണവർഗത്തിനെതിരെ ക്യാമ്പസുകളിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭരണവർഗത്തിന്റെ ഭാഗത്തു നിന്ന് ക്യാമ്പസുകളിൽ എന്തെങ്കിലും ഇടപെടലുകൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ, അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് ഈ ആർട്സ് വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് നമ്മുടെ സമീപ ക്യാമ്പസുകളിലെയും അല്ലെങ്കിൽ മറ്റു ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെയും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഒരു PG വിദ്യാർത്ഥിയാണ്. അവിടെ ഏത് പ്രോഗ്രാം വെച്ചാലും അല്ലെങ്കിൽ ഏതു വിദ്യാർത്ഥി സംഘടനകളെ പരിപാടികൾ നടക്കുകയാണെങ്കിലും അത് വിജയിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവരൊരു പ്രൊട്ടസ്റ്റ് മുന്നിൽ നിന്ന് നയിക്കുന്നതും ഈ പറയുന്ന ആർട്സ് വിദ്യാർത്ഥികളെയാണ്. മറിച്ച് സയൻസ് വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത്? രാവിലെ 9 മണി മുതൽ അല്ലെങ്കിൽ 8 മണി മുതൽ ഡിപ്പാർട്ട്മെന്റുകളിൽ കയറിയാൽ, നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ അറിയില്ല എങ്കിലും ഞാൻ കണ്ട കാര്യം, രാത്രി 9 മണി വരെ, 8:30 വരെ സ്വന്തം ഡിപ്പാർട്ട്മെന്റുകളിലെ ലാബുകളിൽ പുറത്തെന്ത് നടക്കുന്നു, സ്വന്തം ക്യാമ്പസിൽ എന്ത് നടക്കുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നു, അല്ലെങ്കിൽ എന്ത് വിവേചനം അധ്യാപകർ വിദ്യാർത്ഥികളോട് കാണിക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയാതെ, അതിന് സമയം കണ്ടെത്താത്ത IT പോലെയുള്ള, സയൻസ് പോലെയുള്ള വിഷയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാറുമ്പോൾ, ഈ പഠനത്തിന് ശേഷം അവർ ജോലി തേടി വിദേശങ്ങളിൽ പോയി സെറ്റിലാവുമ്പോൾ, സ്വന്തം കുടുംബത്തിൽ മറ്റു ആളുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സമയം നീക്കുമ്പോൾ,
ഭരണവർഗത്തിന് വളരെ എളുപ്പമായി അവരുടെ എല്ലാ അജണ്ടകളും ക്യാമ്പസുകളിലും മറ്റു പൊതുസമൂഹത്തിലും അടിച്ചേൽപ്പിക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് എന്നുള്ള വളരെ വളരെ പ്രസക്തമായ കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ തൊട്ടടുത്തുള്ള കേരളവർമ്മ പോലെയുള്ള കോളേജുകൾ നമുക്ക് മുന്നിലുണ്ട്. വളരെ വലിയ ഉദാഹരണങ്ങളാണ് ആ കോളേജുകൾ നടത്തുന്നത്. പല വിദ്യാർത്ഥി സംഘടനകളും അവിടെ ബീഫ് ഫെസ്റ്റിവൽ പോലുള്ള വലിയ പരിപാടികൾ നടത്തുകയുണ്ടായി. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ നിങ്ങൾ കേരളവർമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സമീപത്തൊരു ആൽത്തറയുണ്ടാകും. നമ്മളെല്ലാം ക്യാമ്പസിൽ വട്ടമിട്ടിരിക്കുന്ന ഒരു ആൽത്തറ. ഇന്ന് പോയാൽ ആ ആൽത്തറക്കൊപ്പം വേറെ ഒന്നും കൂടി കാണാം. മറ്റൊന്നുമല്ല, ഒരു ക്ഷേത്രമായിരിക്കും. ABVP പോലെയുള്ള ക്യാമ്പസ് വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിനെ മതത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്യാമ്പസിലെ അരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും KSU എന്ന മതേതര വിദ്യാർത്ഥി സംഘടനക്ക് സാധിക്കുകയില്ല. ഏതുതര മതേതര വിദ്യാർത്ഥി സംഘടനകളും ക്യാമ്പസിൽ മുറുക്കം പിടിക്കുമ്പോൾ അവിടെ നിന്നാണ് ക്യാമ്പസിലെ രാഷ്ട്രീയം നിരോധിക്കേണ്ട അവസ്ഥ ഗവൺമെന്റിന് എടുക്കാൻ നിർബന്ധിത ആവുന്നത്. അപ്പൊ അത്തരത്തിൽ മതേതര വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിൽ കൂടുതൽ സർഗാത്മകത കൊണ്ടുവരികയും ക്യാമ്പസിലേക്ക് സമാധാന അന്തരീക്ഷം എല്ലാ തരത്തിലും കൊണ്ടുവരാൻ ഒരു മതേതര വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം നടത്തിയ MSM വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.